ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹൽവയാണ്. അതായത് നമ്മൾ വെറുതെ പാഴാക്കി കളയുന്ന കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹൽവ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ 2 കപ്പ് കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഈ കഞ്ഞിവെള്ളം നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ മട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. അതായത് കഞ്ഞിവെള്ളത്തിൻ്റെ തെളിവെള്ളം നമ്മൾ നന്നായിട്ട് ഊറ്റി കളഞ്ഞിട്ട് അതിൻ്റെ അടിയിലുള്ള മട്ട്. അപ്പോൾ പലപ്പോഴും നമുക്ക് ഒരു ദിവസത്തെ മട്ട് കൊണ്ടൊന്നും നമുക്ക് ഹൽവ ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് ഞാൻ 3 ദിവസമായിട്ട് കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുള്ളത്, ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണ്, പുറത്ത് വെച്ചിട്ടുള്ളതല്ല. 3 ദിവസമായിട്ടുള്ള കിട്ടുന്ന കഞ്ഞിവെള്ളം, ആൾ കുറവാകുമ്പോൾ കഞ്ഞിവെള്ളം കുറവുണ്ടാവുള്ളൂ. ആ കഞ്ഞിവെള്ളം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് അതിൻ്റെ തെളിയൊക്കെ ഊറ്റി മട്ടാക്കി എടുത്തിട്ടുള്ളതാണ് ഇത്. ഇനി നമ്മൾ കഞ്ഞിവെള്ളത്തിൻ്റെ ഹൽവ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ സെറ്റ് ചെയ്യാനുള്ള പാത്രം ശരിയാക്കി വെക്കണം. അതായത് കുറച്ച് നട്ട്സ്, നമ്മുടെ കയ്യിൽ ഏതൊക്കെ നട്ട്സ് ഉണ്ടെങ്കിൽ ആ നട്ട്സൊക്കെ നമ്മളൊന്ന് നെയ്യിൽ വാട്ടിയിട്ട് പാത്രത്തിൽ നമ്മൾ ഇത്തിരി നെയ്യ് പുരട്ടി അതിൽ നമ്മൾ ഈ നട്ട്സൊക്കെ നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ ആദ്യം വെക്കണം. അല്ലെങ്കിൽ ചൂടോടെ തന്നെ വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഹൽവ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടില്ല. പിന്നെ നമുക്കതിന് വേണ്ടത് നെയ്യാണ്. ഒരു 4-5 സ്പൂണ് നെയ്യാണ് നമുക്ക് വേണ്ടത്. ഞാൻ ഈ നെയ്യാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ കഞ്ഞിവെള്ള ഹൽവയ്ക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് കളറൊക്കെ ചേർക്കും. ആ ഫുഡ് കളർ ചേർക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ ബീട്രൂട്ട് തിളപ്പിച്ചെടുത്തുള്ളൂ, കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് കുറച്ച് മാത്രം എടുക്കേണ്ട ആവശ്യമുള്ളൂ. അതല്ലെങ്കിൽ ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങൾ നമ്മൾ ഈ കഞ്ഞിവെള്ളം തിളയ്ക്കുന്നത് വരെ നമ്മൾ അതിലിട്ടിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കഷ്ണങ്ങൾ എടുത്ത് കളഞ്ഞാലും മതി. പക്ഷെ ഞാനൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചേക്കാണ്. അത് ബീട്രൂട്ട് ഉണ്ടായാലും ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് ഞാൻ നേരത്തെ തന്നെ കഞ്ഞിവെള്ളം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഹൽവയാണ്. ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഹൽവയുടെക്കാളും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഹൽവയാണിത്. അത് മഞ്ഞൾപ്പൊടി ഇട്ടുണ്ടാക്കിയിട്ടുള്ള ഹൽവയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. അത് ഫുഡ് കളർ വേണമെങ്കിൽ ഫുഡ് കളർ എടുക്കാം. അതെല്ലാം നമുക്ക് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഉണ്ടാക്കാം. ബീട്രൂട്ടിൻ്റെ കളർ ആണെങ്കിൽ ബീട്രൂട്ട് വേണമെങ്കിൽ ഇട്ടിട്ട് നമുക്ക് ഉണ്ടാക്കാം. പിന്നെ നമുക്ക് കുറച്ച് പഞ്ചസാര, കുറച്ച് അരിപ്പൊടി വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുള്ളതാണ്. വേണമെങ്കിൽ മാത്രം മതി. കാരണം കഞ്ഞിവെള്ളത്തിൻ്റെ മട്ട് നമുക്ക് തികയില്ല, അല്ലെങ്കിൽ കുറച്ച് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് നമുക്ക് അപ്പത്തിൻ്റെയൊക്കെ അരിപ്പൊടി നമ്മൾ കുറച്ച് കഞ്ഞിവെള്ളത്തിൽ നമ്മൾ കലക്കി വെച്ചിട്ട് നമ്മൾ ഈ കഞ്ഞിവെള്ളത്തിൽ കലക്കിയിട്ട് വേണം ഉണ്ടാക്കണമെങ്കിൽ. പിന്നെ ഒരു നുള്ളു ഉപ്പ്, അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഫ്രൂട്ട് നട്ട്സ്, അതായത് അണ്ടിപ്പരിപ്പ്, ബദാം, കപ്പലണ്ടി, ഇത് 3 എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഇട്ടതാണ്. പക്ഷെ ഇതില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല. ഇതില്ലാതെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇനി നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കൈ വിടാതെ നമ്മൾ ഇളകണം. അരിപ്പൊടിയൊക്കെ നമ്മൾ കലക്കി ഒഴിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കൈ വിടാതെ വേണം നമ്മൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കാൻ. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ നോക്കാം. ഈ കഞ്ഞിവെള്ളം നമ്മൾ നന്നായിട്ട് നമ്മൾ അരിച്ചിട്ടുണ്ടാവണം. അതായത് എത്ര നമ്മൾ കഞ്ഞിവെള്ളം മാറ്റി വെച്ചാലും അതിൽ നമുക്ക് വറ്റുണ്ടാവില്ല അടിയിൽ. അല്ലെങ്കിൽ അതിൻ്റെ മട്ടോ പാടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചേർത്തിട്ടുള്ളത്. ഇനി കഞ്ഞിവെള്ളത്തിന് കട്ടി പോരാത്തതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ 1 സ്പൂണോ 2 സ്പൂണോ നമ്മൾ അരിപ്പൊടി നമ്മൾ നന്നായി കലക്കി വെച്ചിട്ടുള്ളത് നമുക്ക് ഒഴിക്കാം. ഇത് കഞ്ഞിവെള്ളം അത്യാവശ്യം കട്ടിയുണ്ട്. 3 ദിവസത്തെ കഞ്ഞിവെള്ളം ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്കധികം അരിപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. എന്നാലും പേരിന് ചേർത്തെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് കുറേ സമയം വേണ്ടി വരും ചേർക്കാൻ. അത് വറ്റി നന്നായി വറ്റണം. ഇതിപ്പോൾ ഇതാ ചൂടായി വരുന്നുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ബീട്രൂട്ടിൻ്റെ വെള്ളം നമുക്ക് കുറച്ച് ഒഴിച്ചെടുക്കാം. നമ്മൾ അതിലേക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കേട്ടാ അയ്യോ അപ്പം എനിക്ക് തോന്നുന്നത് ഓഫായി ഉണ്ടാവും. ഇല്ലല്ലോ. അപ്പം അത് ഏകദേശം നന്നായിട്ട് തിളച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിൽ നമ്മൾ ഇടയ്ക്ക് നമ്മൾ 1 സ്പൂൺ നെയ്യ് ചേർക്കണം. നെയ്യ് അധികം ചേർക്കുന്നില്ല, ഓരോ സ്പൂണായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്പൂൺ നമ്മൾ ചേർത്താൽ മതി. എന്നിട്ട് നമ്മളത് നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഇത് തിളച്ച് വറ്റണം. ഇപ്പോൾ ഇതാ നമ്മുടെ കഞ്ഞിവെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് വറ്റണം. അതിന് മുമ്പ് നമുക്ക് ഒരു നുള്ളു ഉപ്പിടാം. അപ്പോൾ അധികം ഇടണ്ട, ഒന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ മാത്രം നുള്ളുപ്പ്. അതുപോലെ തന്നെ നമുക്ക് ഇത്തിരി ഏലക്കായുടെ പൊടിയും കൂടി ഇടാം. നന്നായി തിളച്ചിട്ടുണ്ട്. ഇത് നന്നായി തിളച്ച് നന്നായി വറ്റി ഏകദേശം കട്ടയാവുന്ന സമയമാകുമ്പോഴാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത്. ഇതിങ്ങനെ തിളച്ച് നമ്മൾ പാത്രത്തിൽ നിന്ന് വിട്ടു പോരുന്ന അത്രയും ആവുന്ന വരെ നമ്മളിങ്ങനെ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം നമ്മൾ കുറച്ച് അരിപ്പൊടി ഇട്ടിട്ടുണ്ടല്ലോ.
അല്ലെങ്കിൽ കഞ്ഞിവെള്ളമാകുമ്പോൾ നമ്മൾ നന്നായിട്ട് എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും, അലുവ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇങ്ങനെ ആക്കിയാൽ മാത്രമേ നമ്മുടെ അലുവ നല്ല സോഫ്റ്റ് ആവുള്ളൂ. അപ്പോൾ നന്നായി തിളച്ച് കുറേശ്ശെ പൊളിഞ്ഞ് വരുന്നുണ്ട്. കുറച്ചധികം സമയം എടുക്കും. നമ്മൾ ചെയ്യുന്ന സമയത്ത് പറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ പിടിച്ചിട്ടുള്ള അത് നമ്മളിങ്ങനെ വടിച്ച് ഉള്ളിലേക്ക് ആക്കി കൊടുക്കും. അല്ലാതെ പാട പോലെ കെട്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്കൊരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതുപോലെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ട് നട്ട്സ് കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കും. നട്ട്സ് ഇല്ലെങ്കിൽ കുഴപ്പമില്ലാന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ നട്ട്സ് ഉണ്ടെങ്കിലും ഒന്ന് കടിക്കാനൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് ഇനി നമ്മൾ വീണ്ടും നന്നായിട്ട് നമ്മൾ പറ്റിച്ചത് ഇപ്പോൾ തിളച്ച് കുറേയൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം. ഇപ്പോൾ ബീട്രൂട്ടിൻ്റെ കളറൊക്കെ പോയി ഒരു ഓറഞ്ച് കളറായി, പക്ഷേ അത് സെറ്റായി വരുമ്പോൾ ശരിക്കും നമുക്ക് ബീട്രൂട്ടിൻ്റെ കളർ തന്നെ കിട്ടും. നമുക്ക് ഈ സൈഡ് നമ്മൾ വടിച്ചിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. കുറച്ച് പഞ്ചസാര മധുരം കുറച്ച് മതിയെന്ന് വെച്ചാൽ മറ്റേ അലുവയൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ നല്ല മധുരം ഉണ്ടാവും. പക്ഷെ നമുക്ക് ആവശ്യത്തിനുള്ള മധുരം മാത്രം നമ്മൾ ചേർത്താൽ മതി. കുറച്ച് മധുരം വേണ്ടവർ കുറച്ച് ചേർക്കാം, കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് വേണ്ട, അതിനുള്ളിൽ നോക്കിയാൽ അറിയാം കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് പറ്റും. നമ്മളിങ്ങനെ വലിക്കുമ്പോൾ അതങ്ങനെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്ര പോരാ, ഒന്നുകൂടി ആവാം. പക്ഷെ ഒരു സ്പൂണിൽ നമുക്കൊരു സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നെയ്യിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒന്നുകൂടി നമ്മളിങ്ങനെ വിട്ടു പോരുന്ന രീതിയിലാവുമ്പോൾ നമുക്ക് ആ പാത്രത്തിൽ ആക്കാം. ഇപ്പം നമ്മുടെ അലുവ നമ്മളിതാ ഇങ്ങനെ ആക്കുമ്പോൾ കണ്ട വിട്ട് ബോൾ പോണ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം വേണ്ട. ഇതാണ് ഇതിൻ്റെ പാകം. ഇനി നമ്മൾ ഇതിൽ വെച്ചിട്ടുള്ള നട്ട്സൊക്കെ വിളഞ്ഞ് നെയ്യൊക്കെ വെച്ചിട്ടുള്ള പാത്രത്തിൽ നമ്മൾ സെറ്റാക്കാൻ പറ്റുന്നത്. സെറ്റായിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞാലാണ് നമുക്കത് കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങോട്ട് പിടിക്കുമ്പോൾ അങ്ങോട്ട് പിടിക്കുമ്പോൾ അങ്ങോട്ട് പോകും. ഇതാണ് നമ്മുടെ അലുവയുടെ പാകം. ഇത് നമ്മൾ ഇനി ആ പാത്രത്തിലേക്ക് ഒഴിക്കത്തേക്ക് ഓഫാക്കി ചൂടോടെ തന്നെ നമ്മൾ ഒഴിക്കണം, അല്ലെങ്കിൽ അത് സെറ്റാവില്ല. പാത്രം ഞാൻ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ നെയ്യ് പുരട്ടി ഒരു സ്പൂൺ എടുത്തിട്ട് അതിൻ്റെ പുറത്ത് പതുക്കെ ഇവിടെ ലെവലാക്കാൻ വേണ്ടിയിട്ട് പതുക്കെ നമ്മൾ അമർത്തി കൊടുക്കാം. നല്ല ടൈറ്റായിട്ട് അമർത്തേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് 2 പാത്രത്തിൽ ഒഴിക്കാം. ഇത് നമ്മൾ നന്നായിട്ട് ലെവലാക്കി എടുക്കാം. അരമണിക്കൂർ നേരം നമ്മൾ വെച്ചാൽ മതി. ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് നല്ല ടേസ്റ്റുള്ള കഞ്ഞിവെള്ളം നമുക്ക് കഴിക്കാം. കുട്ടികൾക്കൊക്കെ നല്ല കൊടുക്കുന്നത് നല്ലതാണ്. കാരണം ഇതിൽ നമ്മൾ യാതൊരു മറ്റുള്ള സാധനങ്ങളും ചേർത്തിട്ടില്ല. വെറും കഞ്ഞിവെള്ളം, 2 സ്പൂൺ അരിപ്പൊടി, നട്ട്സ്, നെയ്യ്, ഇത്രയും സാധനം മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ. അവിടെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.